പ്രമേഹമുള്ള ആളുകളിലെ തോൾ വേദന ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്, ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഇതിനുള്ള പരിഹാര മാർഗം എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ ധീരജ്. നമ്മുടെ തോളിലെ ഒരു ജോയിന്റ് ഒരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആണ്. അതായത് ഇതുപോലൊരു സോക്കറ്റിലേക്ക് നമ്മുടെ കയ്യിലെ ഹ്യൂമറസ് എന്ന് പറയുന്ന ബോൺ, അസ്ഥിയുടെ ഹെഡ് ഇങ്ങനെ കയറിയിരിക്കുവാണ്. അപ്പൊ ഈ ഒരു ക്യാപ്സ്യൂൾ ഫോം ചെയ്തിരിക്കുന്നത് മസിൽസ്, ലിഗമെന്റ്സ്, ടെൻഡോൺസ് ഇതൊക്കെ കൂടിച്ചേർന്ന ഒരു സ്ട്രക്ചറാണ്. ഈ സ്ട്രക്ചറിനുണ്ടാകുന്ന നീർക്കെട്ട്, ഇൻഫ്ലമേഷൻ, ഈ നീർക്കെട്ട് നീണ്ടു നിൽക്കുന്നത് കൊണ്ട് പിന്നീട് ഈ മസിൽസും ലിഗമെന്റ്സും ടെൻഡോൺസ് ഒക്കെ പറ്റിപ്പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, കൂടിച്ചേരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അതാണ് ഇതിന് അഡിസീവ് ക്യാപ്സുലൈറ്റിസ് എന്ന് ഒരു പേരുണ്ട് ഫ്രോസൺ ഷോൾഡറിന്. അപ്പൊ ഇതുകൊണ്ട് നല്ല രീതിയിലുള്ള വേദന ഉണ്ടാകും നമുക്ക് ഷോൾഡറിൽ. ഈ വേദന കയ്യിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്യാം. അതുപോലെ തന്നെ ആ ജോയിന്റ് സ്റ്റിഫായിട്ട് ഇങ്ങനെ കട്ടിയായിട്ടിരിക്കും, ഇങ്ങനെ കൂടിച്ചേരുന്നത് കൊണ്ട് ഈ മസിൽസും ലിഗമെന്റ്സ് ഒക്കെ തമ്മിൽ. അപ്പൊ ഇത് പ്രമേഹമുള്ള ആളുകളിൽ പൊതുവെ ഈ കൊളാജൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ് നമ്മളുടെ മസിൽസിന്റെയും ലിഗമെന്റ്സിന്റെയും ഒക്കെ ആ ഒരു ആരോഗ്യം നിലനിർത്തുന്നതിനും അതിന്റെ റിപ്പയറിംഗ് വർക്കിനൊക്കെ ആവശ്യമായിട്ടുള്ളത്. ഡയബറ്റിക് ഉള്ള ആളുകളിൽ ഇതിന്റെ അളവ് കുറഞ്ഞു പോകും, രക്തയോട്ടം കുറയും, ആ ഭാഗത്തേക്കുള്ള അമിതവണ്ണം, ഇതൊക്കെയാണ് ഇതിലേക്ക് നയിക്കുന്നത്. അപ്പൊ ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് വേദന ഉണ്ടാകും, അതുപോലെ തന്നെ കൈയിലേക്ക് വേദന റേഡിയേറ്റ് ചെയ്ത് വരാം. പിന്നെ നമ്മുടെ കൈയുടെ റേഞ്ച് ഓഫ് മോഷൻ പല ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നത് റെസ്ട്രിക്റ്റഡ് ആകും, മൂവ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. പ്രത്യേകിച്ച് നമ്മുടെ കൈവെള്ള കൊണ്ട് ഈ പുറമൊന്നും തൊടാനായിട്ട് സാധിക്കില്ല. രാത്രി കാലങ്ങളിൽ വേദന ഭയങ്കരമായിട്ട് കൂടും. ഇതൊക്കെയാണ് ഇതിന്റെ പൊതുവെയുള്ള ലക്ഷണങ്ങൾ. ഇനി ഇതിന്റെ പരിഹാര മാർഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, നല്ല വേദനയുള്ള സമയത്ത് നമ്മൾ ആദ്യം 1-2 ദിവസം ആ ഭാഗത്ത് തണുപ്പ് വെക്കും. അതിനുശേഷം നമ്മൾ ആയുർവേദത്തിലെ മുറിവെണ്ണ, കർപ്പൂരാദി പോലുള്ള അവസ്ഥകൾ നോക്കി നല്ല എണ്ണകളെ സെലക്ട് ചെയ്ത് ചൂടാക്കി അവിടെ ചൂട് വെച്ച് കൊടുക്കും. ആ സമയത്ത് ഈ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന മസിൽസ് ഒക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് അയഞ്ഞു വരും, അങ്ങോട്ടുള്ള രക്തയോട്ടം കൂടും. അതിനോടൊപ്പം തന്നെ നമ്മൾ എക്സർസൈസുകൾ ചെയ്യിപ്പിക്കും. അങ്ങനെ വരുമ്പോൾ ഈ വേദന നല്ല രീതിയിൽ കുറഞ്ഞ് നല്ല രീതിയിലുള്ളൊരു മാറ്റം ഉണ്ടാകും. അതിനോടൊപ്പം തന്നെ ഉള്ളിലേക്ക് ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള മെഡിസിൻസ് കൊടുക്കും. പിന്നെ ഞാൻ പറഞ്ഞു കൊളാജന്റെ കുറവുണ്ടാകുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള മാംസരസങ്ങളൊക്കെയാണ് ആയുർവേദത്തിൽ കൊടുത്തു വരുന്നത്. അങ്ങനെ നല്ല രീതിയിൽ നമുക്ക് ഇതിനെ ട്രീറ്റ് ചെയ്ത് കൊണ്ടുവരാം. ഈ ഫ്രോസൺ ഷോൾഡറിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള എക്സർസൈസുകളുണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ചെയ്യുന്നവർക്ക് ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും പരിഗണിക്കാവുന്നതാണ്.